ഹലോ ഗായ്സ്, ഇന്ന് ഞാനും അച്ഛനും കൂടെ കുറച്ച് കുക്കിംഗ് ചെയ്യാൻ പോവാണ്. അച്ഛൻ എന്നെ സഹായിക്കാമെന്നാണ് പറഞ്ഞത്. കണ്ടറിയച്ച് തിന്ന് സഹായിക്കുമോ അതോ ഹെൽപ്പ് ചെയ്യുമോ എന്ന്. അപ്പം അതിന് നമുക്ക് കുറച്ച് സാധനം മേടിക്കണം. അച്ഛൻ്റെ ഓട്ടോ ചീത്തയായി ഗൈസ്. അല്ലെങ്കിൽ അച്ഛൻ ഈ വീട്ടിൽ അച്ഛൻ്റെ പൊടി പോലും നമ്മൾ തപ്പി നോക്കണം, അച്ഛൻ ഈ വീട്ടിലുണ്ടോ. അച്ഛന് എപ്പോഴും ഓട്ടത്തിന് പോകും. ഇന്ന് അച്ഛനെ കൈയോടെ കിട്ടി. നമുക്ക് അച്ഛനെ കുക്ക് ചെയ്യിപ്പിക്കാം. അച്ഛൻ എപ്പോഴും പറയാം അച്ഛൻ വീട്ടിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് തരാം. ഇന്ന് അച്ഛൻ കുക്ക് ചെയ്യുമോ അവസാനം എന്നെ ഏൽപ്പിച്ചിട്ട് പോവോ നമുക്ക് കണ്ടറിയാം. അപ്പം നമുക്ക് അതിന് സാധനം മേടിച്ചോണ്ട് വരാം. വാ കേറ്. ആദ്യം നമ്മൾക്ക് ചിക്കൻ മേടിക്കാം ഗൈസ്. ആദ്യം ചിക്കൻ മേടിക്കാം. വെളുത്തുള്ളി ഉണ്ട് കൊച്ചുള്ളി കുറവാണ് കേട്ടോ. ഇഞ്ചിയും ഉണ്ട്. എവിടെ പോയിട്ട് എന്നാലും എനിക്ക് അച്ഛനൊരു ചായയും കഴിയും മസ്റ്റാണ്. നമ്മുടെ സാധനം എല്ലാം മേടിച്ച് ഇനി നമ്മൾക്ക് കൊണ്ടുപോയി കറി വെക്കാം. ഇനി അച്ഛൻ ചിക്കൻ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അച്ഛനാണ് ചിക്കൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾക്ക് കുക്കിംഗ് പരിപാടിയിലോട്ട് കടക്കാം ഗൈസ്. സോ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുവാണ് അതും ഇതും പറഞ്ഞുകൊണ്ട്. പിച്ചാത്തി ഇപ്പം തന്നെ സഹായിക്കുന്നില്ല എന്നെ. നമ്മൾ ഇന്ന് ചില്ലി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാവൂന്ന് വെച്ചാൽ ഐ നോ കുക്കിംഗ്. ഞാൻ ചില്ലി ചിക്കൻ അടിപൊളിയായിട്ട് വെക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ വെച്ച് കൊടുത്തപ്പോഴൊന്നും ഇവർ ആരും എന്നെ ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല. ഡ്രസ്സ് മാറ്റട്ടെ. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെയ്തിട്ട് വേണം ഇനി അമ്മ എന്നെ എടുത്തിട്ട് കിണ്ടാം. ഓക്കെ, അപ്പം അച്ഛൻ ചിക്കൻ കഴുകുന്ന പരിപാടി അച്ഛനാണ്. പിന്നെ നമുക്ക് ചില്ലി ചിക്കൻ എളുപ്പമാണ്, വലിയ ഇതൊന്നും ഇല്ല. ഇതിൽ അരിഞ്ഞെടുക്കുന്ന ഒരിത് സ്ക്വയറിൽ അരിഞ്ഞെടുക്കണം ഈ സവാള. അപ്പോൾ അരിഞ്ഞെടുക്കാം. അമ്മ വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി വെക്കാം. ഇതിനിടയ്ക്ക് എനിക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ. ട്യൂഷൻ പിള്ളേർ വരും. അവർക്ക് എഴുതാനിട്ട് കൊടുത്താൽ രണ്ടെണ്ണത്തിനും ഭയങ്കര സംശയമാണ് ഓരോന്നും. അപ്പം ഇതിൻ്റെ ഇടയ്ക്കും കൂടെ അതിനെ രണ്ടിനെയും മാനേജ് ചെയ്യണം. അപ്പം അച്ഛൻ നാണ്ട് എടുത്തുകൊണ്ട് പോകുന്നു ചിക്കൻ കഴുകാൻ. ഞാൻ ഡ്രസ്സ് മാറി കേട്ടോ. ഡ്രസ്സ് മാറി മുടിയും കൂടെ ജസ്റ്റ് ഒന്ന് മുകളിൽ കെട്ടി വെക്കണം. ഇനി നമുക്ക് സവാള അരിയണം, ക്യാപ്സിക്കം അരിയണം, ഇഞ്ചി അരിയണം, വെളുത്തുള്ളി അരിയണം. അപ്പം ഇതെല്ലാം അരിഞ്ഞ് പറക്കിയിട്ട് വരാം. അച്ഛൻ ചിക്കൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് പറക്കി വെക്കാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കാൻ പോയപ്പം ഒന്ന് ആലോചിച്ചത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാമല്ലോ. ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മതി, അന്നേരം ചിക്കനിലൊന്ന് പിടിച്ചിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ചിക്കൻ എടുത്ത് വെച്ച് ഇനി അത് മാരിനേറ്റ് ചെയ്യാം. പിന്നെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ നീ മാരിനേറ്റ് ചെയ്തോളൂ, ഞാൻ ഇതെല്ലാം പൊളിക്കാം. അങ്ങനെ അച്ഛൻ ഇവിടെ താഴെ ഇരുന്ന് എനിക്ക് പൊളിച്ച് സഹായിക്കണം. ഞാനങ്ങും വഴക്ക് പറഞ്ഞ് അച്ഛനെ താഴെ ഇരുത്തി ജോലി ചെയ്യിപ്പിക്കുമെന്ന് ആരും വിചാരിക്കില്ല. അച്ഛൻ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുമല്ലേ, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുമല്ലേ. നമ്മളിതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. വലിയ എസ്തറ്റിക് ആയിട്ടൊന്നും എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല ഗായ്സ്. കുറച്ച് ഞാൻ ഇത്ര അളവിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു അളവിനങ്ങ് ചെയ്യത്തേ ഉള്ളൂ. ഇതിനകത്തോട്ട് സോയാ സോസ് ആഡ് ചെയ്യാമേ കുറച്ച്.
ഇനി കുറച്ച് ടൊമാറ്റോ സോസ്. നമ്മൾ ഇപ്പോൾ മേടിച്ചതേ ഉള്ളൂ ഈ ടൊമാറ്റോ. കൂടിപ്പോയോ? ഇത്ര മതി. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യണേ. എരിവിനല്ലാതെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതാണ് നമ്മൾ ഇത് ഇച്ചിരി കുരുമുളക് പൊടി തോനെ ഇടുവാണേ. ഇനി ഇതിലോട്ട് അച്ഛൻ്റെ ഫോണിലാണ് മെസ്സേജ് വരുന്നത്. ഇതിനകത്ത് കുറച്ച് ഉപ്പ്. ഇപ്പം നമുക്ക് ഇനി നോക്കിയിട്ടിടാം. ഇനി ഇത് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് 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 മിക്സ്. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, കൊടുക്കാം കേട്ടോ. അപ്പം സ്ക്വയറായിട്ട് അരിയാൻ വയ്യാത്തവർക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ് സ്ക്വയറായിട്ട് അരിയുന്നത് എങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ നോക്കും. ആദ്യം നമ്മൾ ഇതെന്ത് ചെയ്യണമെന്നറിയാം, ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ കട്ടിക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ ഇതിലും ചെറുതാക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതിങ്ങനെ ചെറുതാക്കാം കേട്ടോ. കേട്ടോ ഇങ്ങനെ വന്നാണ്ടോ? അയ്യോ തെറിച്ചു പോയി ഗൈസ്. കണ്ടോ വന്നത്? ഇങ്ങനെ വരും, എതള് പോലെ വരണം. ഇത് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു മാർക്ക് കൂടെ കൊടുക്കാം. കണ്ടോ ഗൈസ്? ഇങ്ങനെ 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 വരും. മാറ്റി വെക്കാം. പിന്നെ ഇതിനിങ്ങനെ നമുക്ക് പൊളിച്ചായിട്ട് അരിഞ്ഞത് കുറച്ച് എന്തുവാ മുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ നമ്മുടെ മെയിൻ സാധനം ചില്ലി ചിക്കനിൽ ഇത്, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസ്, പിന്നെ നമ്മുടെ ചില്ലി സോസ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചേക്കണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും വെച്ചിട്ടാണ് നമ്മൾക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഏത് പാത്രത്തിൽ വെക്കണമെന്നുള്ളൊരു തീരുമാനത്തിലായി ഞാൻ. അമ്മയുടെ അടുത്തൊന്നും ചോദിച്ചില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നമ്മുടെ ഈ വലിയ പാത്രം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതിൽ വെക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇത് ചൂടാവുകയാണെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഓക്കെ, കുറച്ച് തോനെ ഒഴിച്ച് കൊടുക്കാം, കാരണം ആ ചിക്കൻ എല്ലാം ഇതിനകത്ത് കിടന്ന് വേവണം. ഓക്കെ, ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഷുട്ടുമണി ഇവിടെ വന്നിട്ടുണ്ട്. ഷുട്ടുമണി ഐ ആം മേക്കിംഗ് ചില്ലി ചിക്കൻ. ഗൈസ്, എൻ്റെ പ്ലാനുകളൊക്കെ വെറും ഇതായിരുന്നു. ഇത് അടി പിടിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോഴേ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നല്ലേ ഗൈസ്. ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചു ഗൈസ്. ഇനി രണ്ടാമത്തെ സെറ്റ് ഇവിടെ വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ പാത്രത്തിനകത്ത് നമുക്ക് ഇത് ബാക്കി ഇതും ഈ സവാളയും ഇതെല്ലാം ഇട്ട് നമുക്ക് വരട്ടാം കേട്ടോ ഗൈസ്. നമ്മൾ അപ്പുറത്തുനിന്ന് മറ്റേനകത്തുനിന്ന് ചിക്കൻ വറുത്തതിനകത്തുനിന്ന് ഇച്ചിരി എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എല്ലാം ഇത് ഫുള്ള് ഹൈ ഫ്ലെയിം ഇട്ടാണ് കേട്ടോ ചെയ്യേണ്ട. മൊത്തം ഹൈ ഫ്ലെയിം ഇട്ടായിരിക്കണം ചെയ്യേണ്ടത്.
സവാളയും ഇതെല്ലാം ഇടുന്നതാണ്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇടാം. മുളകിടാവേ. വീണ്ടും അച്ചോട്ട് നമ്മുടെ സവാള ഇടാവേ. എല്ലാം ഇച്ചിരി ഇച്ചിരി വെന്താൽ മതി, ഒരുപാട് നേരം ഇത് ചെയ്യണ്ട. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ഇത് ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം. ഗൈസ്, ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഓരോ സോസ് ഒഴിച്ചു കൊടുക്കാവേ. ഇത് സോയാ സോസാണ്. ഇനി ഇച്ചിരി ടൊമാറ്റോ സോസ്, ഇച്ചിരി ചില്ലി സോസ്. ഗൈസ്, ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഞാൻ സോസ് ആഡ് ചെയ്യും. ഇച്ചിരി വെള്ളം ഒഴിക്കാവേ. ഇച്ചിരി കളറും കൂടെ വരാനായിട്ട് നമുക്ക് ഇച്ചിരി ഈ ടൊമാറ്റോ സോസും കൂടെ ഇടാവേ. ഗൈസ്, ഇനി നമുക്ക് സോസൊക്കെ ഒരു ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ഗ്രേവി തോനെ വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഗ്രേവി കുറവ്. മതിയല്ലോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോൺഫ്ലവർ, ഇതൊന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിരുന്നല്ലോ, അത് ആഡ് ചെയ്യാവേ. ഇച്ചിരി കൂടെ ഒന്ന് കലക്കി എടുക്കട്ടെ. അത് ഇങ്ങനെ നമ്മൾ കുറേ നേരം അനക്കാതെ വെച്ചോണ്ട് നമുക്ക് ഈ കോൺഫ്ലവർ കലക്കി വെച്ചും കൂടെ വയ്ക്കാവേ. അന്നേരം നമ്മൾ കടയിൽ കിട്ടുന്ന അളവിൽ കുറുകിയിരിക്കത്തുള്ളൂ. മതി. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോണം കേട്ടോ. ഈ സോസിന്റെ പുളിപ്പേ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി പഞ്ചസാരയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എൻ്റെ ഐഡിയ അല്ല, ഇത് അമ്മയുടെ ഐഡിയ. ഓക്കെ. സോ ഗൈസ്, ഇപ്പം നമ്മുടെ നല്ല കുറുകി, നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന കണക്കുള്ള നല്ല ഒരു കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ചിക്കൻ. കഴിക്കാൻ നേരം നമുക്ക് അച്ഛൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അന്നേരം കാണാം. ഓക്കെ, നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നോക്കാം. കറി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അറിഞ്ഞില്ല, ഞാൻ മേലെ എഴുതാൻ പോയിരുന്നു ഗായ്സ്. അപ്പോഴത്തേക്ക് അച്ഛൻ തിന്ന് പകുതിയായി. അതുകൊണ്ടാണ് ക്ലാസ് എടുത്തു. അപ്പം ഇത്രയുള്ളായിരുന്നു എൻ്റെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇതുപോലത്തെ വീഡിയോസ് കാണുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ, ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേരെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.